ഇന്ന് വീണ്ടും ഒരു കോഫി കുടിക്കാം. അല്ല, നമുക്ക് നല്ല രസമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഫൈബറിൻ്റെ ഒരു പിന്നെ മലയാണത്. ഫൈബറിൻ്റെ ഒരു മല കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വാട്ടർ ഫീച്ചറാണത് എൻ്റെ ഈ പുഴയുടെ തീരത്ത്. അത് കണ്ട് എൻജോയ് ചെയ്യും നിങ്ങളത്. നിങ്ങൾ ഈ മുണ്ടിനെ കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ കേരളത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ പൊതുവേ പറയണത് ഇറ്റ്സ് എ ക്യാഷ് ബിസിനസ്സാണ്. പൊതുവേ എനിക്ക് തോന്നുന്നത് ക്യാഷ് ഇല്ലാതെ ആരും ബിസിനസ് ചെയ്യില്ല. പക്ഷെ ക്യാഷ് വാങ്ങിയിട്ട് ആ സർവീസ് പൂർത്തീകരിക്കാണ്ട് ഡിലേ ആണ് വരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്സ് ആണ് ഇവിടുത്തെ ബിസിനസ്സിൽ ഞാൻ കണ്ടത്. ഇപ്പം നമ്മൾ ക്യാഷ് കൊടുത്ത ഇലക്ട്രീഷ്യൻ വന്നാൽ അവനത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവനിലുണ്ടായിരിക്കണം. ആ സർവീസാണത് മൈനസായിട്ട് വരുന്നത്. ഓക്കെ, അതും കൂടെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ കേരളം എവിടെ എത്തിപ്പോകുന്നറിയോ? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയണത്, നമ്മൾ ക്യാഷ് എല്ലാവരും കൊടുക്കാൻ വില്ലിങ് ആണത്. പക്ഷേ ആ സർവീസ് കിട്ടാനുള്ളൊരു പാട്, ക്വാളിറ്റി സർവീസ് കിട്ടാനുള്ളൊരു പാട്, അതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് കാണുന്നത്. അത് പരിഹരിക്കാനായിട്ട്, അതിൻ്റെ അവബോധം ചെയ്യാനായിട്ട്, അല്ലെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു സിസ്റ്റം നമുക്കില്ല. പറഞ്ഞു കൊടുത്താലും വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൊരു അവരിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫോറിനിലേക്കുള്ള ഒരു ഒഴുക്ക് കുറച്ച് കുറയും. പക്ഷെ ഫോറിനിലേക്ക് പോയാലേ ഫോറിൻ മണി ഇങ്ങോട്ട് ഒഴുകുള്ളൂ. രണ്ടും ഉണ്ട് അത്. സോ നിങ്ങൾ കമൻറ്റ് പറയാം. ഞാൻ പറയണത് ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുന്നതിന് ഒത്തിരി താങ്ക്സ്. ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കമൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.